അങ്ങനെ പൊട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഇതേമാതിരി ഇങ്ങോട്ട് പുറത്ത് താഴത്തേക്ക് ഇടുന്നതിനേക്കാളും നല്ല ഇവിടെ കത്തി പിടിക്കൂലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ വന്നുകാണ്ട് ഇതികൂടെ എടുത്ത് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ചെയ്തത്. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോയിൽ ഈ കുറ്റിപ്പുറത്തെ അലങ്കാർ ജ്വല്ലറിയിലെ ആ അപകട വീഡിയോയിൽ അവസരോചിതമായി ഇടപെടൽ നടത്തി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ തീപിടിച്ച സാധനം പുറത്തേക്ക് എറിഞ്ഞ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ജ്വല്ലറിയിലെ ജീവനക്കാരനായ നിഷാദാണ്. ഇപ്പോൾ ആ നിഷാദ് തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇന്നലെ ഒരു വലിയ ഒരു അപകടമായി മാറാവുന്ന ഒരു സംഭവമായിരുന്നു. അതെ, ഈ സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പകച്ചു പോകാനാണ്. എങ്ങനെയെങ്കിലും തോന്നിയത് ഇങ്ങനെ പുറത്തേക്ക് അത് എടുത്തു കളയാൻ വേണ്ടിയിട്ട്? എങ്ങനെ തോന്നി തന്നെ, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടിപ്പോൾ പഴയ സ്വർണ്ണം നമ്മൾ എടുക്കുമല്ലോ, അപ്പോൾ അത് എടുക്കുമ്പോൾ ചളി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കൽ. അത് ഇതേമാതിരി ചൂടാക്കിയപ്പോൾ ഇതിൻ്റെ ഇവിടെ ലീക്കായി പോയി, അങ്ങനെ പൊട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഇതേമാതിരി ഇങ്ങോട്ട് പുറത്ത് താഴത്തേക്ക് ഇടുന്നതിനേക്കാളും നല്ല ഇവിടെ കത്തി പിടിക്കൂലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ വന്നുകാണ്ട് ഇതികൂടെ എടുത്ത് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആളുകളുണ്ട് ഉണ്ട്. അവരൊക്കെ എൻ്റെ ഓടുക എന്നുള്ളത് കത്തിയപ്പോഴേ എൻ്റെ ഓടുക എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അവിടെ കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് തിരിഞ്ഞാലിച്ച്. അപ്പോൾ നമ്മളെ സുഹൃത്തുണ്ട് ഇവിടെ, റഷീദ് വരണ്ട് തൊട്ടടുത്തുള്ള, ഓനാണ് ആ വാതിൽ തുറന്ന് തന്നിട്ട് ഓടിയത്. അപ്പോൾ അതിൽ തുറന്നു വന്നപ്പോൾ എടുത്ത് എറിയാൻ പറ്റി. അതായത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പുറത്തു പോയി അറിയാൻ കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. കയ്യിന് എന്തെങ്കിലും പറ്റി? കയ്യിന് ചെറിയ ചൂടായിട്ടുണ്ട്. അതിന് മരുന്ന് വെച്ചപ്പോൾ പൊള്ളച്ചില്ലെന്നുള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. പുറത്ത് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി ഉണ്ടായിരുന്നു, ഒന്നും പറ്റിയിട്ടില്ല, ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു സെക്കൻഡിനുള്ളിൽ തോന്നിയ ഒരു കാര്യമല്ലേ? അതെ അതെ. അല്ലെങ്കിൽ ഇത് മൊത്തം കത്തിപ്പിടിക്കും. മൊത്തം ഇവിടെ നമ്മൾ കടറുള്ളിൽ തന്നെ ഇടുകയാണെന്ന് തന്നെ കത്തിപ്പിടിക്കും പെട്ടെന്ന്. നമ്മൾ ചൂടായ കൈ ചൂടായാലും വേണ്ടിയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് കിടാൻ നമ്മൾ നോക്കിയത്. എങ്ങനെയാണ് തീ പിടിച്ചത്? ലീക്ക് വന്നത് ഗ്യാസിൻ്റെ ഈ സാധനത്തിൻ്റെ. ഇപ്പം നമ്മൾ ഈ സാധനം കൊണ്ട് ഓണാക്കിയിട്ടാണിത് പിന്നെ കത്തിക്കൽ. അപ്പോൾ അത് ലീക്കായി പോയതാണ്. ഇങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു 10-30 കൊല്ലമായിട്ടുണ്ടോ ഈ കട ഓപ്പണായിട്ട്. ഞങ്ങൾ ഈ സാധനം തന്നെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ആ സമയത്ത് തന്നെ പുറത്തേക്ക് എറിഞ്ഞത് വലിയൊരു ഭാഗ്യമായി. ആരോ ഒരാളെ ഭാഗ്യം കൊണ്ട് കത്തിപ്പിടിക്കാതെ കഴിച്ചിലായി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു പ്രതികരണം എല്ലാവരും പേടിച്ചിക്കണ്. അവിടെ ഉണ്ട് വാതിൽ തുറന്ന ആൾ ഈ കടയിലത്തെ ആളാണോ? അല്ല, തൊട്ടടുത്തുള്ള കടയിൽ ആംബുലൻസ് ഡ്രൈവറാണ് ഇവിടുത്തെ. ഇത് കണ്ടപാട് പുള്ളി വാതിൽ തുറന്നു എറിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞോന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് കിട്ട്. ഈ പുറത്തേക്ക് എറിയുന്ന സമയത്ത് വീണിരുന്ന സ്ഥലമൊക്കെ വീകാൻ പോയി. പക്ഷേ നമ്മൾ വീണിട്ടില്ല, വീകാൻ പോയി. പിന്നീട് ഇട്ടപാട് അത് പൊട്ടിത്തെറിക്കുന്നതായി. പൊട്ടിത്തെറിച്ച്. പൊട്ടിത്തെറിയിലും മറ്റു അപകടങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും പിന്നീട് ആളുകളൊക്കെ ഈ വീഡിയോ വലിയ വൈറലായി. പിന്നീട് ആളുകളൊക്കെ വിളിക്കുക, അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരിക്കണം. സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ആൾക്കാർ വിളിച്ചിരിക്കണം. അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് താഴെ ഒരുപാട് ആൾക്കാർ പുറത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ അഭിനന്ദിച്ച് ഈ നിങ്ങൾക്ക് ഇവിടെ ഒരു അവാർഡൊക്കെ തരണമെന്നൊക്കെയാണ്. അവസരയുക്തമായൊരു ഇടപെടലാണ്. സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ കണ്ടാലറിയാം അതിൻ്റെ ഒരു ഭീകരത എത്രയാണെന്നുള്ളത്. ഒരു ഗ്യാസ് ലൈറ്ററിനാണ് തീ പിടിച്ചത്. പക്ഷെ അത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് പുറത്തേക്ക് എറിഞ്ഞത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അല്ലെങ്കിൽ ഈ കടയും ഇവിടെ ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, സ്വർണം വിൽക്കാനും വാങ്ങാനും വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, മറ്റു ജീവനക്കാരുണ്ടായിരുന്നു. വലിയൊരു ദുരന്തമായി മാറാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ അത് നിഷാദിൻ്റെ അവസരോചിത ഇടപെടൽ മൂലം വലിയ ദുരന്തത്തിൽ നിന്ന് വഴിമാറി എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വീഡിയോക്ക് വലിയ അംഗീകാരമാണ് ലഭിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രശംസയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ.